മുള്ളിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് എനിക്ക് അത്ര വലിയൊരു സിറ്റുവേഷനിൽ ജാസിനെ കൂടുന്നു. അങ്ങനെ ജാസിനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ജാസി എന്നെ വന്ന് അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല. ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും എന്തിനു സപ്പോർട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആഷിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഷിയുടെ ഉമ്മ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇപ്പോൾ ജാസിയും ആഷിയും രംഗത്ത് വന്നിട്ടുണ്ട്. ജാസി എന്തായാലും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജാസി ഒരു ഡബിൾ മീനിങ്ങിലാണ് എല്ലാവരും പുള്ളിക്കാരനെ പറയുന്നത്. അതെന്തായാലും ഞാൻ പറയുന്നില്ല. ജാസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജാസി ട്രാൻസ്ജെൻഡറാണ്, നേരത്തെ വിവാഹം കഴിച്ചതാണ്. അതെന്തോ ഒന്നിച്ചു പോവില്ല എന്ന് കണ്ടിട്ട് പുള്ളിക്കാരൻ അത് ഒഴിവാക്കി ഇപ്പം ഗൾഫിലാണ്, ദുബായിലായിരുന്നു സെറ്റിൽഡ് ആയിരുന്നു. അവിടുന്ന് ആഷിയെ പ്രണയിക്കും. അവർ ലിവിങ് ടുഗദറായിട്ട് കഴിയുകയാണ് ഇപ്പം എന്തായാലും. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ആഷിയെ ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ആഷിയുടെ ഉമ്മ വളർത്തിയത്. പക്ഷേ ജാസി തട്ടിയെടുത്തു. ജാസി വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ്. ജാസിയെ പേടി കൊണ്ടാണ് ആഷി വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ഇന്നലെ വന്നിട്ടുണ്ട്. സ്വന്തം ഉമ്മയെപ്പോലും കുറ്റം പറയുന്ന തരത്തിലാണ് ആഷി എത്തിയിരിക്കുന്നത് ജാസിക്ക് വേണ്ടിയിട്ട്. ജാസി എന്ത് കണ്ടിട്ടാണ് ഇവൻ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് അവരുടെ ഒരു ലൈഫൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ആഷി അല്ലെങ്കിൽ ആഷി എന്താ പറയുക, നല്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരാളാണ്. ഭയങ്കര ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ പുള്ളിക്കാരൻ ഭയങ്കര ഇതായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ആ അടിച്ചുപൊളിക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ജാസിയുടെ ഒപ്പം കൂടിയിരിക്കുന്നത് എന്നൊന്നും അറിയില്ല. പിന്നെ ഇവർ തമ്മിൽ ഇനി എന്തൊക്കെതാണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ആഷിയുടെ ഉമ്മ പറയുന്നത് ആഷി ഉപദ്രവിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ, ഇവർ പറയുന്ന കുറച്ച് ഭാഗങ്ങളോട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. 10 ഉറുപ്പ്യ ഞങ്ങളുടെ വീട്ടിലേക്കില്ല, വേണ്ട. 2 വർഷം അവന്റെ 10 ഉറുപ്പ്യ ഞങ്ങൾക്ക് ചെലവ്. ഇവന്റെ ചെലവിനെ കഴിയണ ഓരോ യൂട്യൂബർമാർ പറയണ്ടേ, ഇവൻ സമ്പാദിച്ച പൈസ എവിടെ? കംപ്ലീറ്റ് ജാസിന്റെ കയ്യിലാണ്. ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്തെന്നോട് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് 3 അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് 3 ഒന്ന് നിങ്ങൾക്ക് തരാൻ പറ്റുമോ ചോദിച്ചു. എനിക്ക് ഒന്നുള്ളൂ പറയും എന്തിനു സപ്പോർട്ട് ചെയ്യുന്നത്? മോൻ വരുമ്പത്തിന് ഇറച്ചിയും 10 ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനു ഇവരെ അവനെ സ്വീകരിക്കണം, ആട്ടിവിടണം. അതേസമയം ജാസി ഇവിടുത്തെ കയറുന്നതിന് ചൂലും കെട്ടോണ്ടടിക്കും. ഞാൻ കേട്ടൂല. ഇവരുടെ അമ്മ എന്തിനു കയറ്റണത്? അതന്നെ ഞാൻ പറയണത്. ഈ നല്ല സപ്പോർട്ട് അടിയുമ്പോൾ കാര്യം ഉണ്ടാവും. ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയുന്നു അവര്. ഈ ചെക്കൻ്റെ ഒപ്പം വായി കൊടുക്കാൻ പറ്റും. ചെക്കനിക്ക് എന്ത് വായാണ് പറഞ്ഞാ പെണ്ണല്ല അടികട്ടവൻ. ഞാനാണ് കുടുംബത്തോടെ അനാവശ്യം പറയും. ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ, എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ആ മെസ്സേജ് അവൻ അപ്പ ഡിലേറ്റ് ആക്കും. എന്റെ മോന്റെ മുമ്പിൽ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടേക്ക് എന്നോട് പറയാൻ എന്റെ മോനിക്കൊന്നും അവിടെ പറയാൻ പാടില്ല. അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വയം കൊടുക്കുമെന്ന് നിങ്ങളൊക്കെ വിചാരിക്കണ്ട. അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മൊയിലേരത്തും കൊല്ലാക്കാത്തും പോലെ പടച്ച റബ്ബിനോടെ ഞാൻ പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂല പടച്ച. എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവും. എന്നും ഇവര് 16 പോലെ ഇരിക്കൊന്നുമില്ല. എത്ര വേദന ഉണ്ട് എനിക്ക്. ഒരു നേരം നമസ്കാരപ്പായി ഇത് കരയാത്ത. ഉമ്മ പറയുന്ന കുറച്ച് വാക്കുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആഷിയുടെ ഉമ്മ നെഞ്ചു പൊട്ടിയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആ മോൻ പോയതിൽ എത്രമാത്രം സങ്കടം ഉണ്ടാവും എന്നുള്ളത് ആ ഉമ്മക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ജാസിയുടെ ഉമ്മ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരെ എന്തിനാണ് ഇവനും പോകുമ്പോൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആ ഒരു 2 പേരും ആണുങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഒരു ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഉമ്മാക്കും എന്തൊക്കെയോ ഇതുണ്ടെന്നാണ് ഇവർ വോയിസിൽ പറയുന്നത്. അപ്പോൾ ഉമ്മാക്കും എന്തൊക്കെയോ പൈസ നല്ലോണം കൊടുക്കുന്നുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇവരൊന്നും പറയാത്തതെന്നുള്ള തരത്തിലാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊന്നും ശരിയായിട്ടുള്ളൊരു ഇതായിട്ട് തോന്നുന്നില്ല.
അവരുടെ ലൈഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഉമ്മാനെ കരയിപ്പിച്ചിട്ട് ഇവർ സുഖിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ശാശ്വതമായിട്ട് ശരിക്കും ഒരു ആണോ ഒരു പെണ്ണൊക്കെ ആണെങ്കിൽ ആ ഉമ്മ ആണും പെണ്ണും ആണെങ്കിൽ വേണ്ടില്ല. ഇത് രണ്ടാണുങ്ങൾ ഇങ്ങനെ തമ്മിൽ മുസ്ലിം സമുദായത്തിൽ ഇങ്ങനെ ഞാൻ മുസ്ലിം സമുദായം ഒന്നും പറയല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു ഇതിൽ നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, ഏത് മതത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാലും ഈ ഒരു ഇങ്ങനെ ഒരു ലൈഫ് ആ ഉമ്മാക്ക് എന്താണ് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരിതിലാണ്. അപ്പോൾ അവർ പറഞ്ഞു വരുന്നത് ഇവർ എന്താണ് ആ വീട്ടിൽ പോകുന്ന സമയത്ത് എന്തിനാണ് അവരെ എന്താണ് നോക്കുന്നത്, അവരെ എന്തിനാണ് ശുശ്രൂഷിക്കുന്നത്, അവർക്ക് പത്തിരിയും ഇറച്ചിയൊക്കെ എന്തിനാണ് വെച്ച് കൊടുക്കുന്നത് എന്നുള്ള തരത്തിലാണ് ജാസിയുടെ ആഷിയുടെ ഉമ്മ സംസാരിക്കുന്നത്. ഒരു തരത്തിൽ ശരി തന്നെയാണ്. ഒരിക്കലും അങ്ങനെ എന്താണ് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മക്കളിങ്ങനെ ഇതായി പോകുന്ന സമയത്ത് നമ്മളതിന് വഴിവെച്ച് കൊടുക്കരുത്. വഴിവെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാസ്റ്റ് നമുക്ക് തന്നെ അത് പഴി കേൾക്കേണ്ടി വരും. ആ ജാസിയുടെ ഉമ്മ തന്നെ എല്ലാം ഒരുക്കി കൊടുത്തു ഉണ്ടാകണം. അതുപോലെ തന്നെ ജാസി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മ കൊടുത്തു വിട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ചാറുകളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇൻ്റർവ്യൂലല്ല പുള്ളിക്കാരൻ്റെ വ്ളോഗിലും കാര്യത്തിലൊക്കെ പുള്ളിക്കാരൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും പുള്ളിക്കാരൻ്റെ ഉമ്മ ഒരു പരിധിവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഇതായിരിക്കുന്നത് തന്നെ പറയാം. അവർ പല വ്ളോഗുകൾ എടുത്ത് നോക്കിയാലും മനസ്സിലാവും അവർ ഉമ്മാൻ്റെ അടുത്ത് പോയതും, ഉമ്മാനെ കാണിക്കുന്നില്ല പക്ഷെ അവിടെ പോയതും അവരുടെ വീടിൻ്റെ അടുത്തുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടാളും കൂടി നിന്നിട്ട് എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ഇൻ്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. പറയാൻ സമ്മതിക്കുന്നില്ല, ആഷിനെ ഞാൻ വിടുന്നില്ല. അപ്പം ഒന്നാമത് ആഷിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനൊന്നും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രമാണ് ആഷി ഈ എന്താ പറയാ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതടക്കം. ആഷി പറയുന്നത് അതിൽ ആ വോയിസ് ഞാൻ ഫുള്ളായി കേട്ട് അതിൽ എത്ര 4 പാർട്ടോ 3 പാർട്ടോ ഉണ്ട്. അതിൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ റീപ്ലൈ കൊടുക്കില്ലാണ്ടിരുന്നാണ്. പിന്നെ കുറേ സോഷ്യൽ മീഡിയ ആങ്ങളമാരും അമ്മായിമാരും എടുത്തിട്ട് അത് വളച്ചിരിക്കാൻ നിർത്തി. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞപ്പോഴും ഓൺ വോയിസ് ചെയ്യാനൊരു മടിയുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഓൺ വോയിസ് ഒന്നും സംസാരിക്കാത്ത, ഒരു ഇൻ്റർവ്യൂലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ജാസിയാരും കൂടുതൽ സംസാരിക്കും. പക്ഷെ ഇതിൽ ഞാൻ സംസാരിക്കാം, എന്നാലാണ് ക്ലിയർ ആവുമെന്നുള്ള സംഭവത്തിൽ ഞാൻ സംസാരിക്കും. ഇപ്പോഴെങ്കിലും ആഷിക്ക് സംസാരിക്കാൻ തോന്നില്ല. പൊതുവേ ഇവരുടെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ആഷി സംസാരിക്കാറേ ഇല്ല. ആഷി എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വന്നാലും ജാസിയാണ് ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കാറ്. ആഷി സംസാരിക്കാൻ സമ്മതിക്കാറേ ഇല്ല ഈ പുള്ളിക്കാരൻ. ഇടയ്ക്ക് കയറി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് പറയുന്നത് കാണാം. ഒരിക്കലും സംസാരിക്കാറില്ല. അപ്പോൾ ആ ഒരു കമൻറ്റ് ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം പുള്ളിക്കാരൻ എപ്പോഴെങ്കിലും സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും സംസാരിക്കാൻ തോന്നിയതിൽ ഒരുപാട് ഇത്. അല്ലാതെ എന്താ പറയുക, ഇവിടെ പിള്ളേരുടെ സൗണ്ട് ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് ആ ഒരു സൗണ്ടും കൂടെ വരുന്നുണ്ട്. റൂം അടുത്തായതുകൊണ്ട് പിള്ളേരുടെ സൗണ്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ട് എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല, എന്തോ മൈക്കിന് എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ സൗണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. കുട്ടികളുടെ സൗണ്ടും ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ, അതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ കാര്യങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് എന്താണ് ജാസി ശരിക്ക് ആഷിയെ പെടുത്തിയിരിക്കണമെന്ന് തന്നെ പറയാം. ജാസിയെ ഇത്രത്തോളം എന്തൊക്കെയോ ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംതിങ് ഉണ്ട്. ജാസിയെ പേടിച്ചിട്ട് തന്നെയാണ് ആഷി പുറത്തൊന്നും പറയാതെ പേടിച്ചിരിക്കുന്നത് തന്നെ പറയാം. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. ഞാൻ വന്നിട്ട് 10 മാസമായി. ഇതുവരെയായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് 10 മാസമായി. നാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ട് 10 മാസം ഞാൻ ഫസ്റ്റ് നാട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല. എനിക്ക് ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും പണ്ട് എനിക്ക് 6 വർഷം ശേഷം നാട്ടിലേക്ക് പോയി ഞാൻ വരുന്നത്. പണ്ട് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നാട്ടിൽ. അതുപോലെ ഒരു ഗ്യാങ് നല്ല മെമ്പേഴ്സ് പൊളിയായിരുന്നു. പക്ഷെ നാട്ടിൽ പോയിട്ട് ദുബായി പോയിട്ട് വന്നപ്പോൾ ഈ വ്യക്തികളൊന്നും എൻ്റെ പഴയ പോലെ അല്ല പെരുമാറുന്നതും കാര്യങ്ങളും. പിന്നെ ഞാൻ അപ്പോൾ വീട്ടിൽ മാത്രം ഒറ്റ അങ്ങനത്തെ സംഭവം വന്നപ്പോൾ ഞാൻ എല്ലാം അവിടെ നിന്ന് വന്നതാണ്. നാട്ടിൽ നിന്ന് അവിടെ നിന്ന് അങ്ങനെ കൊച്ചിയിലേക്ക് വന്നതാണ്. അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള ആളുകളെ ആരും അംഗീകരിക്കില്ല. ഈ ഒരു ആണിൻ്റെ കൂടെ ഇങ്ങനെ കഴിയുമ്പോൾ അവർക്കും പേടിയായിരിക്കും. ഞങ്ങളും ഇവൻ്റെ കൂടെ അടുത്ത് കഴിഞ്ഞ് ഇവനും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഫ്രണ്ട്സ് അത് അംഗീകരിക്കില്ല. നമ്മുടെ സമൂഹം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് ആളുകൾ എത്ര അംഗീകരിച്ച് പറഞ്ഞാലും ഇങ്ങനെ ജീവിക്കുന്നവരെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും എന്ത് തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞാലും ഇപ്പോഴും ആളുകൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവം. പിന്നെ അതിൻ്റെ ജെൻഡർ അവർക്ക് അങ്ങനെ ഒരു ഇത് എന്നൊക്കെ പറയാം. പക്ഷേ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഇയാളുടെ കൂടെ ഇവൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. ഇപ്പോൾ എന്താണ് ആഷിയുടെ ഫ്രണ്ട്സ് എന്നല്ല ആർക്കാണെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വാസ്തവം. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കൂ. ഇന്നലൊരു റിലേഷൻഷിപ്പിൽ വന്നേ പിന്നെ എല്ലാവരും ഇങ്ങനെ വെറുക്കണമെന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ജാസി എന്നുള്ള സംഭവത്തിൽ ജാസിനെ പിടിച്ചു നിർത്തിക്കുക അങ്ങനെയല്ല. എൻ്റെ സംഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പല ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഒരു ഡാർക്ക് സിറ്റുവേഷനിൽ ജാസിനെ എൻ്റെ കൂടെ നിന്ന് അതുകൊണ്ട് എൻ്റെ മരിക്കണം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് മനസ്സിലായി എനിക്ക് ജാസി എന്നെ വന്ന്. അതുകൊണ്ട് ഞാൻ ജാസിനെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുകയല്ല, ജാസി എന്നെ പറഞ്ഞു പറ്റിക്കുക അങ്ങനത്തെ സംഭവത്തിലില്ല. ഞാൻ ജാസിനെ 100% ഷുവറായിട്ടും നല്ല മനസ്സോടെ ഞാൻ ജാസിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതിൽ കുറേ വോയിസിൽ വളച്ചൊടിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് പറ്റുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം. ഞാൻ ലാസ്റ്റ് ആ വോയിസ് കേട്ടപ്പോൾ എൻ്റെ ഉമ്മാക്ക് വിളിച്ചപ്പോൾ പറഞ്ഞ് നീ എല്ലാം ഇട്ടിട്ട് വാ, എന്നാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഞാൻ പിന്നെ എനിക്ക് പറയാൻ താല്പര്യം. ആ ഉമ്മാക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ആശയം, അല്ലാതെ ഉമ്മാക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. നീ ഒരു പെണ്ണിൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. ശരിക്കും ഒരു പെണ്ണ് അല്ലെങ്കിൽ വേറൊരു മതസ്ഥയായിട്ടുള്ളൊരു പെണ്ണ് ആണെങ്കിൽ കൂടി ആ ഉമ്മാക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ ഈ ഒരു ആണിൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഉമ്മാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നീ എല്ലാം കളഞ്ഞിട്ട് വാ, എങ്കിൽ ഞാൻ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ആ ഉമ്മനെ പറയാനില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെയൊക്കെ ഉമ്മ പറയുന്നുണ്ട്, എന്നെ ആരും പിടിച്ചു വെച്ചിരിക്കുകയല്ല എന്നൊക്കെയാണ് ആശി പറയുന്നത്. അപ്പോൾ ഈ ആശി തന്നെയാണ് 2 കൊല്ലം മുന്നേ എന്നെ ജാസി പിടിച്ചു വെച്ചിരിക്കുകയാണ്, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് 2 കൊല്ലം മുമ്പ് ഒരു ലൈവിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവർക്ക് മറക്കാം. പക്ഷെ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറഞ്ഞതൊന്നും ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകില്ല. അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും വേറെ റിയാക്ഷൻ ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും അത് എടുത്ത് വെച്ചിട്ടുണ്ടാകും. അത് എത്ര വർഷം കഴിഞ്ഞാലും അത് പുറത്ത് വരും. അപ്പോൾ ഈ ജാസി തന്നെയാണ് ഈ പറഞ്ഞ എനിക്ക് ജാസിയാണ് വലുത് എന്ന് പറഞ്ഞ ആഷിൻ്റെ വായ കൊണ്ട് തന്നെയാണ് ജാസി എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും നമുക്ക് ആ ഒരു ലൈവിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരുന്നു, കണ്ടു നോക്കും. ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വന്നാ പറയും. പിന്നെന്താ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത്. പിന്നെ അവൻ പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം, അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിന് വേണ്ടി നിൽക്കുന്നത്. എല്ലാ വീഡിയോസും കണ്ടാൽ ഗൈസിന് അറിയാം, ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. അറിയാലോ, ഞാൻ എനിക്ക് കൂടുതൽ 2 കൊല്ലം മുന്നേ ഇങ്ങനെ പറഞ്ഞ ആശയാണ് ഇപ്പോൾ വന്നിട്ട് എനിക്ക് ജാസിയാണ് വലുത്, എൻ്റെ ഉമ്മ അങ്ങനെയൊക്കെയാണ് പറയണതെന്നൊക്കെ പറയണത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ എന്തായാലും മണ്ടന്മാരല്ല. ആളുകൾ എന്തായാലും ഇതൊക്കെ എടുത്ത് നീ അന്ന് പറഞ്ഞിട്ടില്ല, 2 കൊല്ലം മുമ്പേ ആയിട്ടുള്ളൂ, അതാരും മറക്കാനൊന്നും ഇടയില്ല. അതെന്തായാലും ആളുകൾ ചോദിക്കും, ആളുകൾ അത് പറയും. ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും പറയും നീ അന്ന് ഇങ്ങനെയായിരുന്നില്ല, പിന്നെ നീ ഇവനുമായിട്ട് പിന്നെയും കൂടിയോ എന്നുള്ള തരത്തിൽ ആളുകൾ സംസാരിക്കും. അപ്പോൾ അന്ന് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ വന്നിട്ട് എനിക്ക് ജാസിയാണ് എല്ലാം, ജാസി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അവനാണ് എല്ലാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇതാവുന്നത്. അത്രയ്ക്ക് മാത്രം ഉപദ്രവിച്ചൊരു ആളാണ് ജാസി. അപ്പോൾ എന്നിട്ട് ആ ഉമ്മ വിളിക്കുന്ന സമയത്ത് പറയണത് കണ്ടില്ല, ഉമ്മാനെയാണ് പുള്ളിക്കാരെ കുറ്റം പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഇതാണെന്നുള്ളത് അറിയില്ല. ഇതിൽ ജാസിയെ പേടിച്ചിട്ടാണോ ആശി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നുള്ളതൊന്നും അറിയില്ല. പുള്ളിക്കാരൻ കൂടുതൽ സംസാരിക്കാറില്ല. ഏത് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും മനസ്സിലാവും പുള്ളിക്കാരൻ സംസാരിക്കാറില്ല. ഫുള്ള് സംസാരിക്കുന്നത് ജാസിയാണ്. ആഷിയുടെ നാവ് പൊങ്ങാറേ ഇല്ല. അഥവാ എന്തെങ്കിലും പറയാൻ വന്നാൽ പോലും പുള്ളിക്കാരൻ സംസാരിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് തിരുത്തുന്ന രീതിയിലാണ് കൊണ്ടെത്തിക്കാറ്. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര വരെ പോകും എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതായിട്ട് തോന്നുന്നുമില്ല. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴും അങ്ങനെയുള്ള തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെ. അത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇനി എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.